ചാനൽ. അപ്പോൾ ഇന്ന് സോയ കീമയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഒരു ദിവസം നമുക്കിപ്പോൾ ചിക്കനൊന്നും ഇല്ലയെന്ന് വെച്ചാൽ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് സോയ, പോഷകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതാണെങ്കിലും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കേണ്ട റെസിപ്പി നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിപ്പോൾ വലിയ സോയ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചങ്ക്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 1 കപ്പോളം സോയ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാല എന്ന് പറയുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. അത് പിന്നെ 2 സമയത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഏലക്കായും കറുവപ്പട്ടയും. കുറച്ച് പ്രിപ്പറേഷൻ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ സാധനങ്ങളും കുറച്ച് കൂടുതൽ വേണം. നെയ്യാണ് വറുത്തിടാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വറുത്തിടാൻ. ഉപ്പ് ആവശ്യത്തിന് എടുക്കുക. എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ മസാലയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും മിക്സിയിൽ അടിക്കില്ല കേട്ടോ. ഒരുവിധം കറിക്കൊക്കെ അവരിങ്ങനെ ചതച്ചിട്ടാണ് ഇടുക. അപ്പോൾ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് തുടങ്ങാമല്ലോ. അതിനുവേണ്ടി ഞാനെല്ലാം ഒന്ന് ആദ്യം പറഞ്ഞാണ്, സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ തൈരിൻ്റെ കാര്യം അത് ഓപ്ഷണലാണ് കേട്ടോ. തൈര് ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി നല്ല ടേസ്റ്റിയും നല്ല ടെക്സ്ചറും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് തൈര് എഴുതിയിട്ടുള്ളത്. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനുള്ള ഇത് നോക്കാം. ആദ്യം തന്നെ സോയ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ. സോയ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. അത് ആദ്യം ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. അതവിടെ നിന്ന് കുതിരുന്ന നേരം കൊണ്ട് നമ്മളെ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചക്കറി പറയുക ഉള്ളിയും തക്കാളിയും മാത്രമേ ഉള്ളൂ. ഉള്ളി ഇങ്ങനെ ചെറുതായി ഫൈനായി അരിഞ്ഞെടുക്കണം. പിന്നെ അതേപോലെ തക്കാളി ഞാനിപ്പോൾ നീളത്തിലാണ് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിയാണ്. കാരണം അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ എല്ലാ കഷ്ണങ്ങളും നല്ലോണം വെന്ത്, കീമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേസ്റ്റ് ഫോമിലുള്ള നമ്മൾ മട്ടൺ കീമയൊക്കെ കഴിക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെ വേവാൻ വേണ്ടി ഞാനിതിനെ നീളത്തിലരിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ സോയ നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. ഇനി ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വെള്ളം തീരെ ഇല്ലാത്ത രീതിയിൽ നന്നായി കൈവച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെയാണ് സോയ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിൻ്റെ കീമ ഉണ്ടാക്കണമെങ്കിലും വെള്ളം തീരെ പാടില്ല, അല്ലെങ്കിൽ അത് പേസ്റ്റ് ആയി പോകും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം പോകുന്ന രീതിയിൽ കൈകൊണ്ട് പിഴിഞ്ഞ് വേണം. നിങ്ങൾ ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ വെള്ളം നന്നായി കലങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ചൂടുവെള്ളത്തിൽ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ 2 പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം തീരെ ഇല്ലാത്തൊരു രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല കീമയായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇതിനെ വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാൻ എടുത്തു, ഓയിൽ ഒഴിച്ചതിന് ശേഷം കറുവപ്പട്ട ഇട്ട് കൊടുത്തു, പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജീരകം, കടുകൊന്നും വറുത്തിടുന്നില്ല കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ജീരകം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തോളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു 3-4 മിനിറ്റ് വേവിക്കുക. അപ്പോഴാണ് ഉള്ളി ഒന്ന് ശരിക്കും വെന്ത് കിട്ടുക. അതൊന്ന് നന്നായി വഴറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിവിടെ പേസ്റ്റല്ല, ഞാൻ പറഞ്ഞു ചതച്ചിട്ടാണ് എടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം, അടിക്ക് പിടിക്കാതെ. പിന്നെ അതിന് ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും 3ഉം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് ശരിക്ക് ക്ലിയറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ 3 മസാല ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്ത് അതിൻ്റെ ബാക്കിൽ തന്നെ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, അധികം എണ്ണയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പൊടികൾ ഇടുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് അടിക്കി പിടിക്കാൻ തുടങ്ങും. ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് പിന്നെ തക്കാളി ഇട്ട തക്കാളീൻ്റെ നനവിൽ ആ മസാല ഒന്ന് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കിട്ടണം കേട്ടോ. പിന്നെ തക്കാളി അടച്ചു വെച്ച് ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. തക്കാളി നമുക്ക് നല്ലോണം അടിഞ്ഞ് കിട്ടണം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക, സ്ലോ ഫ്ലെയിമിൽ കേട്ടോ. കാരണം ഇതിൽ കഷ്ണങ്ങളിങ്ങനെ വേറിട്ട് എടുത്തു നിന്ന് കാണാൻ പാടില്ല. പേസ്റ്റ് രൂപത്തിലാണ് കീമ ഉണ്ടാവുക. എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് അത്ര ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇനി ഏതെങ്കിലും കഷ്ണം അഥവാ അടിയാൻ ബാക്കിയുണ്ടെങ്കിൽ തന്നെ അതിനെ നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. തൈര് ആഡ് ചെയ്യുന്നവർ മാത്രം അത് ഫോളോ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബാക്കി ഉണ്ടാക്കി പോയാൽ മതി. കാരണം തൈര് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ചൂട് മസാലയിലോട്ട് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല തണുത്തതിന് ശേഷം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. തൈര് ആഡ് ചെയ്യുന്നത് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാനാട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ നിങ്ങൾ കാണുന്നില്ല, ഒന്നിക്ക് അവർ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റോ തൈരോ ഒക്കെ വെച്ചിട്ടാണ് ഗ്രേവി നല്ലൊരു ടെക്സ്ചറിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയൊന്ന് കിട്ടാൻ വേണ്ടി ഞാനിവിടെ തൈര് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചു കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു കളറിലും ടെക്സ്ചറിലും ഒക്കെ ഒരു മാറ്റം വന്നില്ലേ.
പിന്നെയാണ് നമ്മൾ അതിലോട്ട് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നത്, സോയാ കീമ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇട്ടിട്ട് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സോയ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മസാലയിലും ഉപ്പിട്ടിട്ടില്ല, സോയയും നമ്മൾ ഉപ്പിടാതെയാണ് വേവിക്കുകയൊക്കെ കഴുകുകയൊക്കെ ചെയ്തത്. അപ്പോൾ നല്ലോണം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആ മസാലയും ഉപ്പും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സോയേൻ്റെ മെയിൻ സ്റ്റെപ്സ്. ഇനി നമ്മൾ ഈ സോയനെ വേവിക്കണം കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേവിച്ചത് വേവില്ല, കുറച്ച് വേവുള്ള സാധനമാണ്. പിന്നെ അതിന് നമ്മളപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു കറിമാതിരി ഉണ്ട്, പക്ഷേ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന നേരം കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് കറക്റ്റ് കീമ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതായിപ്പോൾ നോക്കൂ, ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളെ കീമ ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മളവിടെ മാറ്റി വെച്ച 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നെയ്യും ഗരം മസാല കുറച്ചവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നെയ്യുന്നൊരു ഹാഫ് മാത്രം നെയ്യ് എടുത്തിട്ട് ഇപ്പോൾ ആഡ് ചെയ്യുക കേട്ടോ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഗ്യാസ് ഓഫ് ചെയ്യാണ്, കീമ റെഡിയാണ്. അപ്പോൾ ഗരം മസാലയും നെയ്യും ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒരു ഫ്ലേവർ അതിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കീമ റെഡിയായി. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഇതിനെ വറുത്തിടാനുള്ള കാര്യം നോക്കാം. വറുത്തിടാൻ വേണ്ടി നമ്മൾ നെയ്യ് അവിടെ പകുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നീളത്തിലരിഞ്ഞ ഇഞ്ചി ഉണ്ടല്ലോ, ഇതാണ് വറുത്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വറുത്തിടുന്നതും ഒക്കെ ഇത് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മൾ കടുക് എവിടെയും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ കീമയിൽ കടുകിൻ്റെ ആവശ്യമില്ല. ഈ ഇഞ്ചിയെല്ലാം തന്നെ ഇതിൽ കുറച്ചൊരു പ്രിപ്പറേഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇഞ്ചിയൊന്നും അങ്ങനെ ഇടാറില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കൊരു നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി കശ്മീരി ചില്ലിയും കൂടി, ഇപ്പോൾ ഞാൻ നെയ്യ് എടുത്തുകൊണ്ട് നെയ്യിൽ വഴറ്റി എണ്ണയാണെങ്കിൽ എണ്ണയിൽ അത് ലാസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കൊടുത്താൽ കറിക്ക് ആ ഒരു കളറും ടെക്സ്ചറും കിട്ടും കേട്ടോ. എരിവാണെങ്കിൽ അധികമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാ നമ്മളെ സോയ റെഡിയാണ്, സോയ കീമ റെഡിയാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ ഉപയോഗിക്കാം, നല്ല പോഷകമുള്ള സാധനമാണ് സോയ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സോയ അധികം കഴിക്കാത്തവർ ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.